നമ്മളിൽ ഭൂരിഭാഗം പേരും ഹെൽത്തി ഡയറ്റ് നോക്കുന്നവരാണ്, അല്ലേ? എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, ശരീരത്തിന് ഏതാണ് നല്ലത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു ഹോട്ടലിൽ പോയാൽ പോലും നമ്മൾ നോക്കിയും കണ്ടും മാത്രം ആഹാരം ഓർഡർ ചെയ്യും. പക്ഷേ നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഈ ശ്രദ്ധ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ചിന്തകളുടെ കാര്യത്തിൽ കാണിക്കാറുണ്ട്. ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണത്തെക്കാൾ വേഗത്തിലാണ് നമ്മൾ മനസ്സിലേക്ക് ചിന്തകളെ വലിച്ചുവാരി നിറയ്ക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? നല്ലതോ ചീത്തയോ എന്ന് യാതൊരു വിവേചനവുമില്ലാതെ മുന്നിൽ കിട്ടുന്ന എല്ലാ ചിന്തകളെയും വിവരങ്ങളെയും നമ്മൾ അപ്പാടെ വിഴുങ്ങുന്നു. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് വാർത്തകൾ, മറ്റുള്ളവരോടുള്ള അസൂയ, വെറുപ്പ്, ഗോസിപ്പുകൾ, ഇതെല്ലാം മനസ്സിന്റെ ജങ്ക് ഫുഡ് ആണ്. നമ്മൾ കേടായ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ദഹനക്കേട് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മനസ്സ്. ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് തീരുന്നതിന് മുൻപ് അടുത്ത നെഗറ്റീവ് വിഷയം മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സിന്റെ സ്വാഭാവികമായ ദഹനശക്തി ഇല്ലാതെ ഫലമോ അനാവശ്യമായ ഉത്കണ്ഠ, ദേഷ്യം, ഉറക്കമില്ലായ്മ, ഒടുവിൽ മാനസിക ആരോഗ്യം തന്നെ തകരുന്ന അവസ്ഥ. അങ്ങനെയെങ്കിൽ ഈ മാനസിക ദഹനക്കേടിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? നമ്മുടെ മനസ്സിനെ തിരിച്ചു പിടിക്കുവാൻ 3 ലളിതമായിട്ടുള്ള മാർഗങ്ങൾ. അവ ഏത് എന്ന് നമുക്ക് വിചിന്തനം എന്ന ഫിൽറ്റർ. ഭക്ഷണത്തിൽ ഒരു കല്ലോ മണ്ണോ കണ്ടാൽ നമ്മളത് മാറ്റി. അതുപോലെ ഒരു നെഗറ്റീവ് ചിന്തയോ തെറ്റായ വിവരമോ മുന്നിൽ വരുമ്പോൾ ഇത് എന്റെ മനസ്സിന് ആവശ്യമാണോ എന്ന് സ്വയം ചോദിക്കുക. ആവശ്യമില്ലാത്തതിനെ അപ്പോൾ തന്നെ തള്ളിക്കളയും. രണ്ട്, ഡിജിറ്റൽ ഉപവാസം, ഡിജിറ്റൽ ഫാസ്റ്റ്. ശരീരത്തിന് വിശ്രമം നൽകുവാൻ നമ്മൾ ഉപവസിക്കാറ്. അതുപോലെ ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോണിൽ നിന്നും മാറി നിൽക്കുക. മനസ്സിന് ആ സമയം പൂർണ്ണമായിട്ടുള്ള വിശ്രമം നൽകുക. മൂന്ന്, നല്ല ആഹാരം നൽകുക, ഹെൽത്തി മൈൻഡ്. നല്ല പുസ്തകങ്ങൾ വായിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പോസിറ്റീവായി ചിന്തിക്കുന്ന മനുഷ്യരുമായി സമയം ചിലവഴിക്കുക. ഇതൊക്കെ മനസ്സിന് നൽകുവാൻ പറ്റുന്ന ഏറ്റവും മികച്ച പോഷക ആഹാരങ്ങൾ. ഓർക്കുക,
നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ശരീരമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതം. ശരീരത്തെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെയും സ്നേഹിക്കുക. അതിന് നല്ല ചിന്തകൾ മാത്രം കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ചിന്തയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.